പ്രോബബിലിറ്റി തിയറിയുടെ 10ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺവെർജൻസും പ്രോബബിലിറ്റിയുടെ എന്താണെന്നുള്ളതും അതിൻ്റെ 1-2 ലെമ്മയും പറഞ്ഞിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്രൈറ്റീരിയ ഫോർ കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. Criteria for convergence in probability. The necessary and sufficient condition for convergence in probability is xn converges to 0 in probability if and only if expectation of mod xn divided by 1 plus mod xn tends to 0 as n tends to infinity. ഇതാണ് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് എൻ ഡിവൈഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് എൻ കൺവേർജൻസ് ടു 0 ആണെങ്കിൽ എക്സ് എൻ കൺവേർജൻസ് ടു 0 ഇൻ പ്രോബബിലിറ്റി ആയിരിക്കും. തിരിച്ച് എക്സ് എൻ കൺവേർജൻസ് ടു 0 ഇൻ പ്രോബബിലിറ്റി ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് എൻ ഡിവൈഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് എൻ കൺവേർജൻസ് ടു 0 ആയിരിക്കും ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇനി അടുത്തത് അതിൻ്റെ പ്രൂഫാണ് നോക്കാനുള്ളത്. ഫോർ എനി എക്സ് റാൻഡം വേരിയബിൾ മോഡ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് ഒരു റാൻഡം വേരിയബിളാണ്. എക്സ് ഒരു റാൻഡം വേരിയബിളാണെങ്കിൽ മോഡ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് റാൻഡം വേരിയബിളാണ്. ഇത് ഇസ് ബൗണ്ടഡ് ബൈ യൂണിറ്റി ആയിരിക്കും. അതായത് മോഡ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു 0-ക്കും 1-നും ഇടയിലുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അത് ബൗണ്ടഡ് ബൈ യൂണിറ്റി ആയിരിക്കും. നമ്മളിവിടെ ഇതിൻ്റെ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് ആയിട്ട് എടുക്കുക. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് എടുക്കുകയാണ്. ഇത് യൂസിങ് ഇത് ബേസിക് ഇനീക്വാളിറ്റി തിയറം വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് ഇൻ ബേസിക് ഇനീക്വാളിറ്റി തിയറം. ബേസിക് ഇനീക്വാളിറ്റി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് എന്താ, എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എ divided by almost sure supreme of g of x is less than or equal to probability of mod x greater than or equal to a or something k epsilon and all, which is less than or equal to expectation of g of x divided by ജി ഓഫ് എ ആയിരിക്കും. ഇതായിരുന്നു ബേസിക് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മളെന്താണ് ഇവിടെ ഇത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളെന്താ എടുത്തിരിക്കുന്നത് മോഡ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് എൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് എൻ മൈനസ് ജി ഓഫ് എ എന്ന് പറയുമ്പോൾ ഇവിടെ എ കൊടുക്കുമ്പോൾ നമുക്കൊരു എ കൊടുക്കാം, അല്ലെങ്കിൽ എപ്സിലോൺ എന്നുള്ള ഒരു വാല്യൂ കൊടുക്കാനായിരിക്കും. കോൺസ്റ്റന്റ് കൊടുക്കും എപ്സിലോൺ ഡിവൈഡ് ബൈ 1 പ്ലസ് എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് mod xn greater than or equal to epsilon. ഇവിടെ ഡിവൈഡ് ബൈ ഓൾമോസ്റ്റ് ഷുവർ സുപ്രീം ജി ഓഫ് എക്സ് എന്നാണ്.
അപ്പോൾ ഡിവൈഡ് ബൈ ഓൾമോസ്റ്റ് ഷുവർ സബ്സ്ക്രീമെൻറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മോഡ് എക്സ് എൻ ഡിവൈഡ് ബൈ 1 + മോഡ് എക്സ് അല്ലേ നമ്മൾ എടുത്തത്. അതിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എവിടെ എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. അതാണ് നമ്മൾ ബൗണ്ടഡ് ബൈ യൂണിറ്റി എന്ന് ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഈ ഓൾമോസ്റ്റ് ഷുവർ സബ്സ്ക്രീമെൻറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ബൈ 1 എന്നുള്ളത് കൊണ്ടാണ് അത് എഴുതാണ്ടിരുന്നത്. Okay, less than or equal to probability of mod xn greater than or equal to epsilon, which is less than or equal to expectation of g of x divided by g of x. ഇതോടെ expectation of mod xn divided by 1 plus mod xn divided by epsilon by 1 plus epsilon. ഓക്കെ, ഇതാണ് നമ്മുടെ ഇനീക്വാളിറ്റി. അതായത് ബേസിക് ഇനീക്വാളിറ്റിനകത്ത് ജസ്റ്റ് നമുക്ക് വേണ്ട ജി ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മോഡ് എക്സ് ഡിവൈഡ് ബൈ 1 + മോഡ് എക്സ് അത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇനീക്വാളിറ്റി ഇതാണ്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ഭാഗം. റൈറ്റ് സൈഡിൻ്റെ അകത്ത് നമുക്കെങ്ങനെ നോക്കാം? ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് mod xn divided by 1 plus mod xn tends to 0 ആണെങ്കിൽ ഈ ഇനീക്വാളിറ്റിയുടെ റൈറ്റ് സൈഡിൽ എന്ത് മാറ്റം വരും? ഇനീക്വാളിറ്റിയുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇത്രയാണ്. അതിനകത്ത് എന്ത് മാറ്റമാണ് വരാം? പ്രോബബിലിറ്റി ഓഫ് മോഡ് റൈറ്റ് സൈഡ് ഞാൻ ഒന്നുകൂടി എഴുതാം. Probability of mod xn greater than or equal to epsilon less than or equal to expectation of mod xn divided by 1 plus mod xn divided by 1 plus epsilon divided by 1 plus epsilon. ഇതാണ് റൈറ്റ് സൈഡ് വരുന്നത് ഇനീക്വാളിറ്റിയുടെ. അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ expectation of mod xn divided by 1 plus mod xn tends to 0. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡ് എന്താവും? tends to 0 ആവും. ഈ പ്രോബബിലിറ്റി ലെസ് താൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. പക്ഷേ പ്രോബബിലിറ്റി ഒരിക്കലും ലെസ് താൻ 0 ആവാത്തത് കൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് മോഡ് xn greater than or equal to epsilon tends to 0 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തായി? കൺവെർജൻസ് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ തന്നെയില്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? വിച്ച് ഇംപ്ലൈസ് xn കൺവെർജസ് ടു 0 ഇൻ പ്രോബബിലിറ്റി. അപ്പോൾ നമ്മളെടുത്ത ഈഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn ഡിവൈഡ് ബൈ 1 plus മോഡ് xn ടെൻസ് ടു 0, we get xn converges to 0 in probability. ഇപ്പം എന്താണ്? ഈ ഈഫ് കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തത് നോക്കാൻ വേണ്ടിയിട്ട് എന്താ? ലെഫ്റ്റ് സൈഡ് നോക്കാം. ഇനീക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡ്. ഇനീക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അത് ഒന്നുകൂടെ ഞാൻ മാറ്റി എഴുതാം. ഇനീക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ expectation of mod xn divided by 1 plus mod xn minus epsilon by 1 plus epsilon is less than or equal to probability of mod xn greater than or equal to epsilon. ഇവിടെ നമ്മൾ ഈഫ് കണ്ടീഷൻ കൊടുക്കുന്ന ഈഫ് xn converges to 0 in probability. if and only if തിരിച്ച് പറയാം. അപ്പോൾ xn converges to 0 in probability, which implies എന്താണ്? ബൈ ഡെഫിനിഷൻ പ്രോബബിലിറ്റി ഓഫ് മോഡ് xn greater than or equal to epsilon tends to 0 ആയിരിക്കും. അപ്പോൾ എന്താവും? ഈ റൈറ്റ് സൈഡിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡ് ഭാഗം ഇത് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടുക എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn ഡിവൈഡ് ബൈ 1 plus mod xn minus epsilon by 1 plus epsilon less than or equal to 0 എന്ന് കിട്ടും. പക്ഷേ ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമുക്കറിയാം ഇത് നോൺ നെഗറ്റീവാണ്. നോൺ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്. കാരണം എന്താണ്? ഒരു 0ക്കും 1 ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. മോഡ് xn ഡിവൈഡ് ബൈ
1 + mod x. മോഡ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് ആയിരിക്കും. താഴെ 1+ വരുന്നതുകൊണ്ട് തന്നെ 0യ്ക്കും 1 ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും, നോൺ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻ ഓഫ് ഈ നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള വാല്യൂ ആണ്. മൈനസ് ഇതും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, കാരണം എപ്സിലോൺ ഡിവൈഡ് ബൈ 1 + എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളൊരു കണ്ടീഷനും കൂടിയുണ്ട്. സോ അത് നമ്മൾ ഈ ഇനീക്വാളിറ്റി പറയുമ്പോൾ, ബേസിക് ഇനീക്വാളിറ്റി പറയുമ്പോൾ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. സോ എപ്സിലോൺ ഡിവൈഡ് ബൈ 1 + എപ്സിലോൺ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതും ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 2 ഗ്രേറ്റർ ദാൻ 0 ആയ കാര്യത്തിന് മൈനസ് ചെയ്യുമ്പോൾ ഒരിക്കലും ലെസ് ദാൻ 0 കിട്ടില്ല. സോ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ആൻഡ് ഇത് ആർബിറ്ററി ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn ഡിവൈഡ് ബൈ 1 + mod x എന്ന് പറയുന്നത് ടെൻസ് ടു 0 എന്ന് പറയും. ഓക്കെ, സോ നമ്മളിവിടുത്തെ ഇഫ് കണ്ടീഷൻ, ഇഫ് xn converges to 0 in probability, we get expectation of mod xn divided by 1 + mod xn tends to 0. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ് ഇത്, നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. കണ്ടീഷൻ പറയുന്നത് as n tends to infinity, xn converges to 0 in probability if and only expectation of mod xn divided by 1 + mod xn converges to 0. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ mod xn divided by 1 + mod xn g of x ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ ബേസിക് ഇനീക്വാളിറ്റി എഴുതും. ബേസിക് ഇനീക്വാളിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും യൂസ് ചെയ്തിട്ട് നമ്മളിത് പ്രൂവ് ചെയ്യും. അടുത്തതായിട്ട് വേറൊരു തന്നെയാണ് 3 തന്നെ. ഇതാണ് പറയുന്നത് xn converges to x in probability implies xn minus xm converges to 0 in probability as n, n tends to infinity. xn converges to x in probability ആണ്, which implies xn minus xm converges to 0 in probability as n tends to infinity. ഇത് പ്രൂവ് ചെയ്യാം. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുമ്പോൾ since x is a real random variable and it is finite, നമുക്ക് mod xn minus xm ഇത് കൺവെർജസ് ടു 0 എന്നല്ലേ കാണിക്കേണ്ടത്. സോ mod xn minus xm greater than or equal to epsilon എന്ന് പറയുന്ന ഒരു സെറ്റ്, it is a subset of എന്തൊരു എക്സ് മൈനസ് ചെയ്യുക, ആഡ് ചെയ്യുക. നമുക്ക് എന്ത് വരും വെച്ചാൽ എക്സ് n minus x plus x minus xm is not equal to epsilon. Subset of which is a subset of split ചെയ്യുമ്പോൾ mod xn minus x greater than or equal to epsilon by 2 union mod xn minus x greater than or equal to epsilon by 2. കേസ് ഇത് ലോജിക്കലി മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ് എങ്കിലും ജസ്റ്റ് പറയാൻ മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇത് എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസും ആണെങ്കിൽ നമ്മളതിനിടയിൽ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് വിചാരിക്കാം. അപ്പോൾ എക്സ് എൻ മൈനസ് എക്സ് എൻ എന്ന് പറയുമ്പോൾ ഇത്രയാണ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത്. തിരിച്ചായാലും മോഡൽസ് ആയതുകൊണ്ട് തിരിച്ചായാലും കുഴപ്പമില്ല കേട്ടോ, ഏതാണ് വരുന്നത്. അപ്പോൾ എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇത്രയാണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു
എപ്സിലോൺ ആണ്. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു എക്സ് വിചാരിച്ച് ലഭിക്കും. അപ്പോൾ എക്സ് മൈനസ് എക്സ്, എക്സ് മൈനസ് എക്സ്, അത് എപ്സിലോൺ ബൈ 2-നേക്കാൾ വലുതാണെന്ന് വരുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് നമ്മളിത് അസ്യൂം ചെയ്തേക്കുന്നു. ഓക്കെ, സോ ഇത് നമ്മളിങ്ങനെ ഇനി എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഇതൊരു തിയറാണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഇത് സബ്സെറ്റ് ഓഫ് ഇത് രണ്ട് യൂണിയൻ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് എൻ greater than or equal to epsilon is less than or equal to probability of mod xn minus x greater than or equal to epsilon by 2 plus probability of mod xn minus xn greater than or equal to epsilon by 2. Okay. നമുക്ക് എന്താ പറയാം, n tends to infinity xn converges to xn probability xn converges to xn probability ആണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ഈ ഇഫ് കണ്ടീഷൻ പോലെ വിച്ച് ഇംപ്ലൈസ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് n, m tends to infinity ആകുമ്പോൾ xn converges to xn probability, xm converges to xn probability ആണ്. സോ എന്താണ് ബൈ ഡെഫിനിഷൻ പ്രോബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് എക്സ് ഈക്വൽ ടു എപ്സിലോൺ ബൈ 2, അല്ലെങ്കിൽ എപ്സിലോൺ അല്ല വേറെ എന്തെങ്കിലും വാല്യൂ ആയിരിക്കും, കെയോ എന്തെങ്കിലും ആയാൽ വിച്ച് ടെൻസ് ടു 0 എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എക്സം കൺവേർജസ് ടു എക്സിൻ പ്രോബിലിറ്റി നമുക്ക് എന്ത് എഴുതാം, പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സം മൈനസ് എക്സ് ഈക്വൽ ടു ഒരു കെ ടെൻസ് ടു 0 ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്, ഈ റൈറ്റ് സൈഡിലുള്ളത്. എക്സം കൺവേർജസ് ടു എക്സം കൺവേർജസ് ടു എക്സിൻ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേം ഇത് 0 ആണ്, ഇത് 0 ആണ്. നമുക്ക് എന്തായി ഈ റൈറ്റ് സൈഡ് 0 ആണെന്ന് കിട്ടും. സോ അതൊന്നുകൂടി എഴുതാണ്, പ്രോബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് xm greater than or equal to epsilon tends to 0, which implies എന്താ xn മൈനസ് xm converges to 0 in probability ആയിരിക്കും. ലെമ്മ പ്രൂവ് ചെയ്തു. ഇനി പറയാനുള്ളത് ക്ലോഷർ അണ്ടർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ലെറ്റ് xn converges to xn probability and yn converges to yn probability ആണെങ്കിൽ then first one a into xn converges to a into x in probability ആയിരിക്കും. where a എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. സെക്കൻഡ് ഓപ്പറേഷൻ xn plus yn converges to x plus y in probability ആയിരിക്കും. ഇതിനൊക്കെയുള്ള കണ്ടീഷൻ സെയിം ആണ്. xn converges to x in probability, yn converges to y in probability. മൂന്നാമത്തേത് xn into yn converges to x into y in probability ആയിരിക്കും. നാലാമത്തേത് xn divided by yn converges to x divided by y in probability ആയിരിക്കും.
if probability of yn equal to 0 for all n ആയിരിക്കണം and probability of y equal to 0 ആയിരിക്കണം. ഓക്കെ, ഈ 4 എണ്ണമാണ് മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് 2 പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? a into xn converges to a into x in probability ആയിരിക്കും. അതിൻ്റെ പ്രൂഫ് പറയാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് പഠിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ ഇഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ റിസൾട്ട് ഈസ് ട്രിവിയലി ട്രൂ ആണ്. റിസൾട്ട് ഈസ് ട്രിവിയലി ട്രൂ. കാരണം എന്താ, രണ്ട് സൈഡിലും 0 ആയിരിക്കും. 0 കൺവേർജസ് ടു 0 എന്ന് വരും. അത് ട്രിവിയലി ട്രൂ ആണ്. ഇനി ഇഫ് എ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഉള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇഫ് എ നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നോക്കിയിട്ട് കൺവെർജൻസ് നോക്കാൻ വേണ്ടി എന്താ ഫസ്റ്റ് കണ്ടീഷൻ വരെ വിട്ട് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു എക്സ് എൻ മൈനസ് എ ഇൻറ്റു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്താണ് നാം നോക്കേണ്ടത്. അതായത് എ ഇൻറ്റു എക്സ് എൻ കൺവേർജസ് ടു എ ഇൻറ്റു എക്സ് ആണെന്ന് പറയണം, ഇൻ പ്രോബബിലിറ്റി ആണെന്ന് പറയണമെങ്കിൽ ബൈ ഡെഫിനിഷൻ എന്താണ്, ഇത് ടെൻസ് ടു 0 ആവണം. അപ്പോൾ അതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു രണ്ടിടത്തും എ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രോബബിലിറ്റി ഓഫ് മോഡ് എ പുറത്തെടുക്കാം. മോഡ് എ ഇൻറ്റു മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കും. സോ വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് മോഡ് എ. ഇതിനകത്തൊരു ഇനീക്വാളിറ്റി അല്ലേ, മോഡ് എന്ന് പറയുന്നത് പോസിറ്റീവും കൂടി ആയതുകൊണ്ട് ഇനീക്വാളിറ്റിയിൽ ചേഞ്ച് ഒന്നും വരാതെ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം പുറത്തേക്ക്. സോ എന്ത് വരും, മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ മോഡ് എ. ഇനി എന്താ, നമുക്ക് ഫസ്റ്റ് നമ്മൾ കണ്ടീഷൻ എന്താണ് എടുക്കുന്നത്, എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി ആണെങ്കിലാണ് ഇത് എന്ന് പറയുന്നത്. സോ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി ആണെങ്കിൽ ഇതെന്താണ് വരിക, ടെൻസ് ടു 0. സോ നമുക്ക് എന്ത് കിട്ടി, പ്രോബബിലിറ്റി ഓഫ് മോഡ് എ എക്സ് എൻ മൈനസ് എ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് കിട്ടി. സോ വിച്ച് ഇംപ്ലൈസ് എന്താണ്, എ ഇൻറ്റു എക്സ് എൻ കൺവേർജസ് ടു എ ഇൻറ്റു എക്സ് ഇൻ പ്രോബബിലിറ്റി. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഓപ്പറേഷൻ പ്രൂവ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്താ പറയുന്നത്, എക്സ് ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, എക്സ് കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി ആണ്, വൈ എൻ കൺവേർജസ് ടു വൈ എൻ പ്രോബബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ പ്ലസ് വൈ എൻ കൺവേർജസ് ടു എക്സ് പ്ലസ് വൈ എൻ പ്രോബബിലിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മൾക്ക് ഇത് കൺവേർജസ് ടു ഇത് ഇൻ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെഫിനിഷനിലേക്ക് ഡയറക്റ്റ് എഴുതാം. ഡെഫിനിഷൻ എഴുതുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെന്തായാലും സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സോ എക്സ് എൻ പ്ലസ് വൈ എൻ മൈനസ് എക്സ് പ്ലസ് വൈ എക്സ് എൻ പ്ലസ് വൈ എൻ മൈനസ് എക്സ് പ്ലസ് വൈ മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് എൻ മൈനസും പ്ലസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും വ്യത്യാസമില്ലല്ലോ. എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് വൈ എൻ മൈനസ് വൈ എന്ന് വരും. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. സോ ഇത് സബ്സെറ്റ് ഓഫ് എന്തായിരിക്കും, മോഡ് എക്സ് എൻ മൈനസ് എക്സ്
പ്ലസ് മോഡ് yn മൈനസ് y > എപ്സിലോൺ. അതായത് ഈ മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി, അപ്പോൾ സബ്സെറ്റായി. സബ്സെറ്റ് ഓഫ് മോഡ് xn മൈനസ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 യൂണിയൻ, രണ്ട് സെറ്റിൻ്റെ യൂണിയൻ ആക്കിയത്. മോഡ് yn മൈനസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2. ഓക്കെ, ആദ്യം മാറ്റി എഴുതി, പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്തു, പിന്നെ അത് യൂണിയൻ ആക്കി എഴുതി. ഇനി നമുക്ക് ഡയറക്റ്റ് നേരത്തെ കുറിച്ചാൽ പ്രോബിലിറ്റി കൊടുക്കാം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ലെഫ്റ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക? എക്സ്. അതല്ലേ, ഇവിടെയല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ മോഡ് xn പ്ലസ് yn മൈനസ് x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഇതായിരിക്കും ലെഫ്റ്റ് സൈഡിലുണ്ടാവുക. റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് മോഡ് yn മൈനസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2. നമ്മളെന്ത് അസ്യൂം ചെയ്തിട്ടുണ്ട്? xn കൺവെർജസ് ടു xn പ്രോബിലിറ്റിയും yn കൺവെർജസ് ടു yn പ്രോബിലിറ്റിയും. അപ്പോൾ എന്താവും? ഈ പ്രോബിലിറ്റി 0 എന്ന് വരും, ഈ പ്രോബിലിറ്റി 0 എന്ന് വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ 0 എന്ന് വരും, വിച്ച് ഈസ് പ്രോബിലിറ്റി ഓഫ് മോഡ് xn പ്ലസ് yn മൈനസ് x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ടെൻസ് ടു 0. ഇറ്റ് ഇംപ്ലൈസ് എന്താണ്? xn plus yn converges to x plus y in probability. പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റിയിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു.